ഞാൻ കൃത്യസമയത്ത് അവിടെ ചെന്നു. എന്നെ കണ്ടതും അവനും അവളും കൂടി അവന്റെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. അവനും അവളും കൂടിയോ എന്നുവെച്ചാ? അമ്മേ, അവനൊരു കാമുകയുണ്ട്, അത് ഉറപ്പാ. നീ പറഞ്ഞു കാമുകി പറുതയായിട്ടിരിക്കുന്നെന്ന്. അതെ, അവള് പറുതയായിട്ടിരുന്നത്. എടാ മണ്ട, അതവന്റെ കാമുകിയൊന്നുമല്ല. ഞാൻ അവളെ ടെക്സ്റ്റൈൽസ് വെച്ച് കണ്ടതാ. അതെ, പത്മ തന്നെയാ, അതിൽ യാതൊരു സംശയവും വേണ്ട. ദേവള് ഉറഞ്ഞു തുള്ളി വരുന്നുണ്ട്. അവളുടെ വരവ് കണ്ട ഇന്ന് രാജുവായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കും. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, ആ പർദാകാരി അവന്റെ കാമുകി തന്നെയല്ലേ? എന്തായാലും ആ പണിയേറ്റു. ഇന്ന് അവൾ അവനെ പൊരിക്കും. എനിക്കതല്ലടാ പ്രശ്നം. ആ പത്മയെ അങ്ങനെ വെറുതെ വിടുന്നതേ നമുക്ക് ആപത്താ. പോട്ടട രാജു, നീ ആ ടെൻഷനൊക്കെ ഒന്ന് മറക്ക്. ശാന്ത സ്വരൂപിണിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ ചെറിയമ്മയുണ്ടല്ലോ, ആരാണെന്ന് പറഞ്ഞാ നീ ഇരിക്കുന്നത്? പുലിയ, പുലി. പണ്ടേ എന്നെ വിരട്ടലോട് വിരട്ട, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. രാജു, പണ്ട് ഈ ശേഖരേട്ടൻ സിഗരറ്റ് കട്ടുകുടിക്കായിരുന്നു. സിഗരറ്റ് കുടിക്കോ? അത് വലിക്കല്ലേ ചെയ്യുന്ന? അതെ, സിഗരറ്റ് വലിക്കുന്നതിന് ഇവൾ പറയുന്നത് സിഗരറ്റ് കുടിക്കുക എന്ന. രണ്ട് കീടങ്ങൾ വരുന്നുണ്ട്. അന്തരീക്ഷം ഇപ്പം മലിനമാവും. മരുമകനെ മടിയിലിരുത്തി ലാളിക്കുക, ചെറിയച്ഛനും ചെറിയമ്മയും. എന്നാ പിന്നെ കുറച്ച് ഇങ്കൂടി കൊടുത്ത് ഒരു താരാട്ട് കൂടി പാടരുതോ? നീ വാ. കടലിലെങ്ങാണ്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്ന് കേട്ടു. സുനാമി എങ്ങാനും വീശോ? സുനാമി വന്നിട്ട് പോവും. ചില വൈറസുകളെ സൂക്ഷിക്കേണ്ടത്. വീട്ടിലേക്ക് കയറി വരുമ്പോ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേ മനസ്സിനൊരു കുളിർമയാണ്. സന്തോഷം. ഈ ഇരിക്കുന്നവരൊക്കെ കീരിയും പാമ്പുകളും ആണെന്ന് ഇവനെങ്ങാനും അറിയുന്നുണ്ടോ? അല്ല, പ്രതാപൻ ഇന്ന് വളരെ നേരത്തെ വന്നല്ലോ. ഇന്ന് ഇത്തിരി നേരത്തെ വന്നു. ആ, ഇവരുടെ ഉണ്ടല്ലോ, അതാ നേരത്തെ ഇറങ്ങി. ഇതാ അവസരം, ഇപ്പൊ ചോദിച്ചേക്കാം. അതിന് പകല് മുഴുവൻ രാജു അച്ഛന്റെ കൂടെ ഇല്ലായിരുന്നോ? ഇല്ല, ഇന്ന് ഇവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ സർ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയിരുന്നു സർ. എന്നാ നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.
കള്ളത്തരങ്ങൾ ഞാൻ പൊളിക്കും. ശ്ശേ, എന്ത് ചെയ്താലും അത് കുരുക്കാവാണല്ലോ ദൈവമേ. പറ മോനെ. ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അത് എനിക്ക് നേരെ തന്നെയുള്ള പാരയായിട്ട് മാറുകയാണമ്മേ. എന്താ മോനെ പ്രശ്നം? ഞാൻ ഇന്ന് അമ്മയെ പകല് കാണാൻ വന്നില്ലേ, ആ കാര്യത്തിൽ പോലും മാഡം എന്നെ സംശയിക്കുക. ഒളിച്ചു നിന്ന് ആരെയോ ഫോൺ ചെയ്യാം. അതാരാണെന്ന് അറിയണമല്ലോ.